ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓക്സിജൻ OS 16. അപ്പോൾ ഈ 2026 OnePlus ഡിവൈസസ് എല്ലാം പവർ ചെയ്യുന്ന ആ ഒരു OS ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിജൻ OS 16 ആൻഡ്രോയിഡ് 16ന്റെ മുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ അവരുടെ അനൗൺസ്മെന്റ് വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് നവംബറോടുകൂടി എനിക്ക് തോന്നുന്നു എല്ലാ ഡിവൈസസിലും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ ബീറ്റ വേർഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബീറ്റ വേർഷനിൽ എന്തൊക്കെയാണുള്ളത്, അതേപോലെ തന്നെ ഏതൊക്കെ ഡിവൈസസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാം നമ്മൾ വിശദമായി പറയാം. അപ്പോൾ ഓക്സിജൻ OS 16 ആൻഡ്രോയിഡ് 16ലാണ്. അപ്പോൾ ഈ ഒരു ഡിവൈസ്, അതായത് ഓക്സിജൻ OS OnePlus 13s ഞാൻ ആക്ച്വലി ഓക്സിജൻ OS 16 ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ക്ലോസ് ടു ഒരു മാസത്തോളമായി നമുക്ക് ഈ ബീറ്റ വേർഷൻ കിട്ടിയിട്ട്. അപ്പോൾ ഇൻഡെപ്ത് ആയി നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗൈൻ ഇതൊരു ഫൈനൽ ബിൽഡാന്ന് പറയാൻ പറ്റില്ല, ഇതൊരു ബീറ്റ ബിൽഡാണ്. എന്നാലും ഏറെക്കുറെ ഫീച്ചേഴ്സിലൊന്നും മാറ്റില്ല. പെർഫോമൻസ് ഒക്കെ ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതാണ്, ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെന്ന് വേണ്ടി പറയാം. കാരണം ഇതിനകത്ത് നമുക്ക് UI ചേഞ്ചസ് മാത്രമല്ല AI ഒരുപാട് മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ വിശദമായി പറയാം. അപ്പോൾ ഈ വീഡിയോ കുറച്ചൊരു ലെങ്തി വീഡിയോ ആണ്, കാരണം നമുക്ക് എല്ലാം തന്നെ കവർ ചെയ്യണേ കുറച്ചൊരു ടൈം എടുക്കും. ഒബ്വിയസ്ലി AI ഫീച്ചേഴ്സിന്റെ, ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്, പെർഫോമൻസ് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ കുറച്ചൊരു ലെങ്തി വീഡിയോ ക്ഷമിക്കണം, എന്നാലും ഫുള്ളായി കാണുക. എന്നാലേ ഓക്സിജൻ OS 16നെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓക്സിജൻ OS 16ന്റെ ഡിസൈൻ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഹോം ഉണ്ട്, ആപ്പ് ഡ്രോവർ ഉണ്ട്, അതേപോലെ സെറ്റിംഗ്സ് പാനൽ ഉണ്ട്, സെറ്റിംഗ്സിനകത്ത് തീംസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ നമുക്ക് 1 by 1 നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ റൗണ്ടഡ് കോർണേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇൻഫാക്ട് ഈ നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ കുറച്ചുകൂടെ സ്മൂത്ത് ആണ്, റൗണ്ടഡും ആയിട്ടുണ്ട്. പിന്നെ ഹോം സ്ക്രീനിൽ കാര്യമായ മറ്റ് ചേഞ്ചസ് ഒന്നുമില്ല. അത് ഞാൻ കസ്റ്റമൈസേഷൻ ഓപ്ഷനിലുണ്ട് ഒരു ചേഞ്ച്, അത് ഞാൻ വഴിയെ പറയാം. ആപ്പ് ഡ്രോവർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മേജർ ചേഞ്ച് എന്ന് വെച്ചാൽ ഓൾ ആപ്സിൻ്റെ ഒപ്പം തന്നെ കാറ്റഗറീസും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാറ്റഗറീസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാറ്റഗറീസും നമുക്ക് കാണാൻ സാധിക്കും. ടൂൾസ്, സോഷ്യൽ മീഡിയ, എൻ്റർടൈൻമെൻറ്റ്, ഫോട്ടോഗ്രാഫി. അപ്പോൾ ഈ കാറ്റഗറിയിലെ ആപ്സൊക്കെ ഓട്ടോമാറ്റിക്കലി സോർട്ട് ചെയ്യാനാണ്, നമുക്ക് വേണമെങ്കിൽ മാനുവലി സോർട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൾ ആപ്സും കാറ്റഗറീസും നമുക്കിവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ കാറ്റഗറീസിൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, മൂവ് ചെയ്യാനും അതേപോലെ തന്നെ റീനെയിം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ നമുക്ക് ഈ ഒരു UIയിൽ ഒരു ചെറിയ ബ്ലർ എഫക്റ്റ് കാണാം, ഗോഷ്യൻ ബ്ലർ എഫക്റ്റ് കാണാം. അത് ഡെഫിനറ്റ്ലി നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ്. അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കണ്ടില്ല, വളരെ സ്മൂത്ത് ആണ്. ഇത് കണ്ടില്ല, എക്സ്ട്രീംലി സ്മൂത്ത് UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. അതായത് എന്താ പറയുക, അതിൻ്റെ കുറിച്ച് ഞാൻ വിശദമായി പറയാം. ആക്ച്വലി നമുക്ക് ആനിമേഷൻസും ഈ ആപ്പ് സ്വിച്ചിങ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. ഇനി നമുക്ക് സെറ്റിംഗ്സ് പാനലിൽ ഒന്ന് പോകാം. സെറ്റിംഗ്സ് പാനലിൽ പോയി കഴിഞ്ഞാൽ ഏറെക്കുറെ സിമിലർ ആണ്, എന്നാൽ കുറച്ച് റിഫൈൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് എബൌട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജൻ OS 16 കാണാം. അതേപോലെ ആൻഡ്രോയിഡ് വേർഷൻ ഇവിടെ നമുക്ക് ജസ്റ്റ് പോയി കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് വേർഷൻ 16 കാണാം. October 1st 2025 സെക്യൂരിറ്റി പാച്ചാണ് വരുന്നത്. ഇത് ഓക്സിജൻ OS 16, ഇത് OnePlusന്റെ OnePlus 13s എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ UI ചേഞ്ചസ് നോക്കിയാണെങ്കിൽ മിനിമലാണ്, എന്നാൽ കുറേ കൂടെ റിഫൈൻഡ് ആണെന്ന് പറയാം. റിഫൈൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്നാൽ ഓക്സിജൻ OS 15 ഒട്ടും തന്നെ പിന്നോക്കമാണെന്ന് പറയുന്നില്ല. ഇതിൽ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് കൊണ്ടുവന്നുണ്ട്. ഈ ഫ്ലക്സ് തീംസ് എന്ന് പറഞ്ഞത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതാണ്, എന്നാൽ ഇവിടെയും നമുക്ക് കുറച്ചൊരു ചേഞ്ചസ് കാണാൻ സാധിക്കും. അതേപോലെ ഓൾ ഫ്ലക്സ് തീംസ് പോയി കഴിഞ്ഞാൽ ഒരുപാട് തീംസ് കാണാൻ സാധിക്കും. പിന്നെ ഈ തീമിൽ വേറൊരു ചേഞ്ച് എന്താ വെച്ചാൽ, നമുക്ക് പണ്ട് ലോക്ക് സ്ക്രീനിൽ നമുക്ക് അഡീഷണൽ കസ്റ്റമൈസേഷൻസ് അധികം പോസിബിൾ ആയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ആഡ് വിഡ്ജറ്റ്സ് ചെയ്യാം, അതേപോലെ ഡെപ്ത് എഫക്റ്റ് ചെയ്യാം, വീഡിയോ വാൾപേപ്പേഴ്സ് ചെയ്യാം, കസ്റ്റം ഫോൺസ് സെറ്റ് ചെയ്യാം. അതേപോലെ ഇവിടെ ഉണ്ടല്ലോ നമുക്ക് ആഡ് വിഡ്ജറ്റ്സ്, ഈ വിഡ്ജറ്റ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ബാറ്ററി വിഡ്ജറ്റ്സ്, അങ്ങനെ സ്റ്റെപ്സ് ടേക്കൺ, അങ്ങനെ ഒരുപാട് വിഡ്ജറ്റ്സ് നമുക്ക് ലോക്ക് സ്ക്രീനിൽ ആഡ് ചെയ്യാം. അതേപോലെ സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ബ്ലർ എഫക്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ഉള്ളതാണെന്ന് വെച്ചാൽ, ടെക്സ്റ്റ് ഉള്ള ഒരു വാൾപേപ്പർ ലോക്ക് സ്ക്രീൻ സജസ്റ്റ് ചെയ്യെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ടെക്സ്റ്റ് AI റൈറ്റർ കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. കണ്ടില്ലേ, ഇതിപ്പോൾ AI കൊണ്ട് നമുക്ക്
AI ടൂൾസ് കൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യാം. വാൾപേപ്പറിനെ ബേസ് ചെയ്തിട്ട് അത് ഡിറ്റക്ട് ചെയ്ത് നമുക്ക് ജനറേറ്റ് ചെയ്യുന്നുള്ളതുണ്ടല്ലേ, സ്കൈ ഈസ് ദ ലിമിറ്റ്. ആ വാൾപേപ്പർ വെച്ച് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്താണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഉള്ള ടെക്സ്റ്റിനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഒരു പുതിയ വാൾപേപ്പർ. അതേപോലെ തന്നെ ഫോൺസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇതിന് മുമ്പത്തെ ഓപ്ഷൻ ഉണ്ടായില്ല. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ലേ ഡൂഡിൽസ് ഏതാ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. അതേപോലെ തന്നെ നമുക്ക് അലൈൻമെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, കളർ ഓഫ് ടെക്സ്റ്റ്, ഇതെല്ലാം തന്നെ പുതിയതായി വന്ന ഫീച്ചേഴ്സാണ്. പണ്ട് ലോക്ക് സ്ക്രീനിൽ ഇത്രയധികം കസ്റ്റമൈസേഷൻ പോസിബിൾ അല്ലായിരുന്നു. ഇനി നമുക്ക് ഹോം സ്ക്രീനിൽ ചെന്നാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആപ്പ് ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. ഇപ്പോൾ റീസൈസ് ചെയ്യാൻ നമുക്ക് ഹൊറിസോണ്ടലി റീസൈസ് ചെയ്യാം, അതേപോലെ വെർട്ടിക്കലി റീസൈസ് ചെയ്ത് വലിയൊരു ആപ്പാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ആപ്പ് ആക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് അഡീഷണൽ 2 ഓപ്ഷൻസ് ആണ് കിട്ടുന്നത്. അതായത് ഈ ആപ്പ് സപ്പോർട്ട് ചെയ്യുന്ന 2 അഡീഷണൽ ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ക്യാമറ യൂസേജ് ആഡ് ചെയ്യാം, അതേപോലെ ന്യൂ പോസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ 2 ഓപ്ഷനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക, ക്യാമറ ഓപ്പൺ ചെയ്യുക, അതേപോലെ ന്യൂ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ എടുത്താൽ മതി. നിങ്ങൾക്ക് ക്വിക്കലി പുതിയ പോസ്റ്റിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അതേപോലെ നമുക്ക് ഇത് വേണമെങ്കിൽ വെർട്ടിക്കലിയും ചെയ്യാവുന്നതാണ്, വെർട്ടിക്കലി ഇടാവുന്നതാണ്. ഇതൊരു പുതിയ ചേഞ്ചാണ്. ഇത് എല്ലാ ആപ്പിലും സപ്പോർട്ടഡ് അല്ല. ഫോർ എക്സാമ്പിൾ സ്പോട്ടിഫൈയിൽ അവൈലബിൾ ആണ്. എന്നാൽ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് എടുത്ത് നോക്കി, അവിടെ നമുക്ക് ആ ആപ്പ് വെറുതെ നീളത്തിൽ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് അഡീഷണൽ ടൂൾസ് വരുന്നില്ല. കാരണം അത് സപ്പോർട്ട് ചെയ്യുന്ന ആപ്സിൽ മാത്രമേ ആ ടൂൾസ് വരുന്നുള്ളൂ. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ റീസൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു ചേഞ്ച് എന്ന് പറയാവുന്നത്. പിന്നെ ഫ്ലൂയിഡ് ക്ലൗഡിൽ നമുക്ക് നേരത്തെ സൊമാറ്റോ, സ്വിഗ്ഗിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ, അതേപോലെ ക്ലോക്ക് ടൈമർ ഒക്കെ ഇവിടെ വന്നിരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ക്ലോക്കിൽ നമുക്കൊരു ടൈമർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈമർ ഓൺ ചെയ്യുന്ന ടൈമർ ഇവിടെ വരും എന്നുള്ളതാണ്. അതേപോലെ ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഒരുപാട് ആപ്സിലും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻ കാണാൻ നോട്ടിഫിക്കേഷൻ ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ്, ലൈവ് അലേർട്സിൽ ഗൂഗിൾ വാലറ്റ് ഉണ്ട്, മാപ്സ് ഉണ്ട്, സ്പോർട്സ് ഫ്രം ഗൂഗിൾ, അതായത് ക്രിക്കറ്റ് സ്കോർസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ സ്വിഗ്ഗി, സൊമാറ്റോ ഉണ്ട്, മ്യൂസിക് പ്ലേ ബാക്ക്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് അലേർട്സ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുള്ളത് മറ്റൊരു ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. അതാണ് ഫ്ലൂയിഡ് ക്ലൗഡ്. അപ്പോൾ ഇതാണ് ഒരു കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻസ്. പിന്നെ ക്രോസ് ഡിവൈസ് ഫംഗ്ഷനാലിറ്റി, ടാബ്ലറ്റ്, PC, TV ഒക്കെ കണക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ഓട്ടോ ടാബ്ലറ്റിലേക്ക് നമുക്ക് OnePlusന്റെ ടാബാണ് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യാവുന്നതാണ് ടാബിൽ നിന്ന്. അതേപോലെ PC നിന്നും കൺട്രോൾ ചെയ്യാവുന്നതാണ് ഫോണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ മറ്റൊരു ചേഞ്ച് എന്ന് പറയാവുന്നത് ഇമ്പോർട്ടൻറ്റ് ചെയ്യുന്നതാണ് OnePlus AI. OnePlus AI എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് OnePlus AIയിൽ. അപ്പോൾ നമുക്ക് ഈ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് 1 by 1 നോക്കാം. അപ്പോൾ മൈൻഡ് സ്പേസിൽ നമുക്ക് +2 മൈൻഡ് സ്പേസ്, അതായത് നമുക്ക് മൈൻഡ് സ്പേസിക്കുള്ള ആപ്പാണ്, ബട്ടണാണ് ഇവിടെ. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് സ്പേസിക്ക് പോകും. മൈൻഡ് സ്പേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മൈൻഡ് സ്പേസ് എന്താ വെച്ചാൽ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് സേവ് ചെയ്യാവുന്ന ഒരു ലൊക്കേഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് മാർക്ക് ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ എന്ത് വേണമെങ്കിൽ സേവ് ചെയ്യാം, സ്ക്രീൻഷോട്ട് സേവ് ചെയ്യാം, വോയിസ് റെക്കോർഡറിൽ നിന്ന് വോയിസ് സേവ് ചെയ്യാം, എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ സേവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം തന്നെ സേവ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് മൈൻഡ് സ്പേസ്. അപ്പോൾ മൈൻഡ് സ്പേസിൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഞാൻ മൈൻഡ് സ്പേസിൽ സേവ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് മൈൻഡ് സ്പേസിലേക്ക് സേവ് ആവും. അതാണ് മൈൻഡ് സ്പേസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്യാൻ. അപ്പോൾ മൈൻഡ് സ്പേസിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ഗൂഗിളിൻ്റെ ജെമിനായി ആയിട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരുപാട് ഗ്രൂപ്പിങ്സ് വന്നിട്ടുണ്ട് ഈ മൈൻഡ് സ്പേസിൽ. അതായത് ഉണ്ടല്ലേ ആപ്സിൻ്റെ കളക്ഷൻസ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, വോയിസ് മെമ്മോസ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നമുക്ക് കളക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ക്വിക്ക് സെർച്ച് ഉണ്ട്. പിന്നെ ഇൻ്റഗ്രേഷൻ വിത്ത് ജെമിനായി. അപ്പോൾ ജെമിനായിൽ ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ജെമിനായി എടുത്തു. അപ്പോൾ എനിക്കിവിടെ മൈൻഡ് സ്പേസിൽ എന്തൊക്കെയാണ് ഞാൻ സേവ് ചെയ്തിട്ടുള്ളത് ചോദിക്കണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യാം. Here's a summary of your Mindspace content. Your Mindspace contain. ഇപ്പം ഞാൻ ജെമിനായിൻ്റെ അടുത്ത് നമ്മുടെ മൈൻഡ് സ്പേസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് സമ്മറൈസ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ സമ്മറി കിട്ടും. ഇത് ആക്ച്വലി കണക്ട് ചെയ്യണം, ജെമിനായും മൈൻഡ് സ്പേസും കണക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഇതിൽ വേറെ ഗുണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മൈൻഡ് സ്പേസിൽ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്തിൻ്റെ ഇമേജസും അതിൽ ഐറ്റ്നറിയും ഹോട്ടൽ ഡീറ്റെയിൽസും അങ്ങനെയൊക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെമിനായിൻ്റെ അടുത്ത് നമുക്കൊരു ഐറ്റ്നറി ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി മൈൻഡ് സ്പേസ് കയറി ആ ഒരു ഐറ്റ്നറി ഫെച്ച് ചെയ്യുന്നുള്ളതാണ്. അതേപോലത്തെ ഒരുപാട് യൂസ് കേസസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നു മാത്രമേ ഉള്ളൂ. അതേപോലെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ മൈൻഡ് സ്പേസ് കയറിയിട്ട് ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ എനിക്ക് വോയിസ് മെമ്മോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഞാനൊരു വോയിസ് ആണ് ഇടുന്നത്, വോയിസ് മെമ്മോ ആണ് ഇടുന്നത്. അപ്പോൾ ഞാൻ പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വോയിസ് മെമ്മോ ഇടാം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മോസ് 10 സെക്കൻഡ് മെമ്മോ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. അതേപോലെ തന്നെ ഹിന്ദി ലാംഗ്വേജ് സപ്പോർട്ടും ഉണ്ട് എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്.
അപ്പോൾ ഇത് പേഴ്സണലൈസ്ഡ് AI അസിസ്റ്റന്റ് നമുക്ക് നമ്മുടെ മൈൻഡ് സ്പേസിൽ നിന്നും കൂടിയും ഡേറ്റ ഫെച്ച് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. കാരണം മൈൻഡ് സ്പേസ് എന്നുള്ള നമ്മുടെ എല്ലാം സേവ് ചെയ്യുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിൽ നിന്ന് ഡേറ്റ ഫെച്ച് ചെയ്യുന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്. ഇനി നമുക്ക് AI ടൂൾസിൽ എടുത്തു പോയി കഴിഞ്ഞാൽ AI റൈറ്റർ ഉണ്ട്. അപ്പോൾ AI റൈറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നോട്ട്സ് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നോട്ട്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് നോട്ട്സ് കാണിച്ചു തരാം. അപ്പോൾ നോട്ട്സിൽ ഞാൻ ഒരു നോട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്താൽ എനിക്ക് കണ്ടില്ലേ AI റൈറ്റർ. ഈ AI റൈറ്റർ നമുക്ക് ഫ്രീ സ്റ്റൈൽ ചെയ്താൽ അല്ലെങ്കിൽ റൈറ്റ് പോസ്റ്റ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്കൊരു പോസ്റ്റ് ചെയ്തണമെന്നുണ്ടെങ്കിൽ ഈ AI റൈറ്റർ കൊണ്ട് നമുക്ക് എഴുതാം. ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിലും AI റൈറ്റർ ആ കോണ്ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള പോസ്റ്റ് കമ്പോസ് ചെയ്ത് തരും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പോളിഷ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അത് നമുക്ക് എന്താ പറയുക എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതായത് നമുക്ക് ഈ ഒരു ലാംഗ്വേജ് എങ്ങനെ വേണം, അതായത് പേഴ്സണൽ ടോൺ വേണോ അതോ ഒരു ഒഫീഷ്യൽ ടോൺ വേണോ, കാഷ്വൽ ഹ്യൂമറസ് ടോൺ വേണോ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, ഫോർമാറ്റ് ചെയ്യാം. അതേപോലെ പ്രൂഫ് റീഡ് ചെയ്യാം, മൈൻഡ് മാപ്പ് ചെയ്യാം, ടേബിൾ ഉണ്ടാക്കാം. അതായത് നമുക്ക് നമ്മൾ കൊടുത്ത ഡേറ്റയിൽ നിന്ന് ടേബിൾ ഉണ്ടാക്കാൻ വരെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ AI റൈറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. വളരെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ AI പ്രൊഡക്ടിവിറ്റി ടൂൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോക്യുമെൻറ്റ് സ്കാനർ ഉണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ് സ്കാനർ വെച്ച് വളരെ നല്ല രീതിയിൽ നമുക്ക് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാം. അതേപോലെ PDF-ലേക്ക് എക്സ്പോർട്ടും ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ റെക്കോർഡർ എന്ന് പറഞ്ഞാൽ AI റെക്കോർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾ റെക്കോർഡിങ്സ് ആണ്, കോൾ റെക്കോർഡിങ്സ്, ജനറൽ റെക്കോർഡിങ്സ്. അതേപോലെ നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള സ്പീക്കർ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കോൾ റെക്കോർഡ് ചെയ്തിട്ട് AI സമ്മറൈസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ സമ്മറൈ ആയി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ കേൾക്കുന്ന സ്പീക്കർ വേറൊരു ലാംഗ്വേജാണ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജാണ്, റിയൽ ടൈം ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ AI ക്ലിയർ വോയിസ് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ റെക്കോർഡറിൽ വന്ന് പുതിയ മാറ്റങ്ങളാണ്. ഇതെല്ലാം തന്നെ AI ടൂൾസാണ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫോട്ടോ ആപ്പിൽ എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോയിൽ പോയി കഴിഞ്ഞാൽ ഒരു പോർട്രേറ്റ് ഓപ്ഷൻ എടുക്കുകയാണ്. ഞാൻ പോർട്രേറ്റ് എഡിറ്ററിൽ പോവാണ്. AI എഡിറ്ററിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് AI കമ്പോസ്, അതേപോലെ AI ഇറേസർ, പെർഫെക്റ്റ് ഷോട്ട്, AI ഡീറ്റെയിൽ ബൂസ്റ്റ്, AI അൺബ്ലർ, AI റിഫ്ലക്ഷൻ ഇറേസർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഒരു പുതിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ AI റീലൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മുടെ ഫേസിൽ ലൈറ്റ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിൽ ലൈറ്റ് കുറവാണെങ്കിൽ, ഇരുട്ടത്തെടുത്ത ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാന്നുള്ളത് ഫേസിലേക്കുള്ള നാച്ചുറൽ ലൈറ്റ് കണ്ടില്ല. ഇതിപ്പോൾ നാച്ചുറൽ ലൈറ്റ് ഞാൻ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാണ്. അതേപോലെ നമുക്ക് കമ്പയറും ചെയ്യാം. ഇതിപ്പോൾ ഡേ ലൈറ്റിൽ എടുത്ത ഫോട്ടോ ആയിട്ട് എങ്ങനെ വരുന്നത്, ഇപ്പോൾ ലോ ലൈറ്റ് എടുത്താണെങ്കിൽ നമുക്ക് AI ടോർച്ചാണ് വരുന്നത്. നമുക്ക് ലോ ലൈറ്റ് എടുത്ത ഫോട്ടോ ആണെങ്കിൽ കണ്ടില്ലേ, ടോർച്ച് കൊണ്ട് നമുക്ക് ഗ്ലോ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അപ്പോൾ അത് ടോർച്ചാണ്. ഡേ ലൈറ്റിലാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ലൈറ്റ് എന്ന് കാണിക്കുക, ലോ ലൈറ്റിലാണെങ്കിൽ ഇവിടെ ടോർച്ച് എന്നുള്ള ഓപ്ഷൻ കാണിക്കണം. അപ്പോൾ ഇതൊരു പുതിയ AI എഡിറ്ററാണ്. നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞൊരു പുതിയ ഓപ്ഷനോ വന്നിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് തേർഡ് പാർട്ടി വീഡിയോ എഡിറ്റേഴ്സിൻ്റെ ആവശ്യമില്ല. എഡിറ്റ് വീഡിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ട്രിം, മ്യൂസിക്, ടെക്സ്റ്റ്, അഡ്ജസ്റ്റ്, ബ്ലർ, അതേപോലെ നമുക്ക് ഇതുണ്ടല്ലേ ഫിൽട്ടർ അപ്ലൈ ചെയ്യാം, നമുക്ക് ആസ്പെക്ട് റേഷ്യോ ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം, അതേപോലെ മ്യൂസിക് ചേഞ്ച് ചെയ്യാം. ഇങ്ങനത്തെ ഒരുപാട് ടൂൾസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ എഡിറ്ററിനേക്കാളും ഇംപ്രൂവ്ഡ് ആണ് ഈ ഒരു പുതിയ എഡിറ്റർ. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടി എഡിറ്റേഴ്സിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മേജർ ചേഞ്ച് ഈ UI-ൽ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് UI ചേഞ്ചസ്. പിന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നിയത് UI എക്സ്പീരിയൻസ് കണ്ടിട്ട് വളരെ സ്മൂത്താണ്. അതേപോലെ തന്നെ പാരലൽ പ്രോസസ്സിംഗ് 2.0. അപ്പോൾ പാരലൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ OxyOS 15 ഉണ്ടായിരുന്നതാണ്. അതായത് ഒരു ആപ്പ് ക്ലോസ് ചെയ്തിട്ട് അടുത്ത ആപ്പ് തുറക്കുന്നതിൻ്റെ ഇടയിലുള്ള ടൈം റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു ആപ്പ് ക്ലോസ് ചെയ്ത് ഫുൾ പോണതിന് മുമ്പേ തന്നെ പുതിയ ആപ്പ് തുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ പാരലൽ പ്രോസസ്സിംഗ് 2.0 ഇനിയും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം, മുമ്പത്തേക്കാളും ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ നല്ലൊരു ആനിമേഷനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ O+ കണക്ട് കൊണ്ട് നമുക്ക് മാക് ആൻഡ് വിൻഡോസിലേക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാന്നുള്ള മറ്റൊരു ഫീച്ചറും കൂടിയുണ്ട്. OnePlus ഡിവൈസസ് മാക്കിലേക്ക് കണക്ട് ചെയ്യുക, അതായത് ആൻഡ്രോയിഡ് ഡിവൈസ് എപ്പോഴും തന്നെ ഒരു വലിയ തലവേന, മാക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ OnePlusന്റെ O+ കണക്ട് വെച്ച് O+ കണക്ട് എന്ന ഒരു ആപ്പാണ്, അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ തന്നെ iOS-ൽ അവൈലബിൾ ആണ്, മാക്കിലും വിൻഡോസിലും അവൈലബിൾ ആണ്. അത് വെച്ച് നമുക്ക്
ഫയൽസ് ട്രാൻസ്ഫർ. അതേപോലെ ആപ്പിൾ വാച്ചിൽ സപ്പോർട്ടും ഈ OxygenOS 16 നൽകുന്നുണ്ട്. അതായത് ആപ്പിൾ വാച്ച് സാധാരണ ആൻഡ്രോയിഡ് ഫോൺസിൽ സപ്പോർട്ടഡ് അല്ല, ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻസും ഫോൺ കോൾസ് എല്ലാം തന്നെ കിട്ടുന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് ഒരു ഐഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ആ ഐഫോണിലും ഈ ഒരു ഫോണിലും O+ കണക്ട് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ നമുക്ക് വെറുതെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ സെൻഡ് ചെയ്യാന്നുള്ള വളരെ ഈസിലി നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെക്യൂരിറ്റിയുടെ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ഉണ്ട്. പ്ലസ് ലോക്ക് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അത് ഇന്ത്യയിലേക്ക് മാത്രമുള്ള ഫീച്ചറാണ്. ഇപ്പോൾ ഡിവൈസ് ലോസ്റ്റ് ആയാലോ അങ്ങനത്തെ കേസിലൊക്കെ നമ്മുടെ ഡേറ്റ സെക്യൂറായി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണ്. അപ്പോൾ അതെല്ലാം തന്നെയാണ് ഇതിനകത്തുള്ള ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇതാണ് OxygenOS 15 അതായത് 16 വന്ന ചേഞ്ചസ്. ഓവറോൾ UI ചേഞ്ചസ് എല്ലാം തന്നെ റീഡിസൈൻഡ് ആണെന്ന് പറയാം. വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ OxygenOS 16 വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഇത് ഉടൻ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ OnePlus ഡിവൈസസിലും OnePlus ഈ വർഷം ഇറക്കിയതും കഴിഞ്ഞ വർഷം ഇറക്കിയതുമായ ഫ്ലാഗ്ഷിപ്പും മിഡ് റേഞ്ചും ബഡ്ജറ്റ് ഡിവൈസ് എല്ലാത്തിലും തന്നെ OxygenOS വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. എക്സാക്ട് ഡിവൈസ് ലിസ്റ്റ് ഞാൻ കിട്ടിയാൽ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് OxygenOS 16 ഒരു ബേസിക് ഓവർവ്യൂ. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് OxygenOS 16 ആൻഡ്രോയിഡ് 16. ഇത് OnePlus 13s OnePlus Tab Pad 3 ഞാൻ ടെസ്റ്റ് ചെയ്തത്. OnePlusന്റെ ടാബിലും ഇത് വരുന്നുണ്ട്. OnePlus Pad 3 ആൻഡ്രോയിഡ് 16 OxygenOS 16 ഞാൻ ട്രൈ ചെയ്തു. അതേപോലെ തന്നെ 13s ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു OnePlusന്റെ OxygenOS 16 ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് ഒക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു? എല്ലാ കാര്യങ്ങളും തന്നെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.